1996 ഏപ്രിൽ 17-ന് സൺ ടിവിയിൽ സംപ്രേഷണം ചെയ്ത നേർക്ക് നേർ എന്ന പരിപാടിയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പനുമായി നക്കീരൻ എഡിറ്റർ ആർ ഗോപാൽ നടത്തിയ ഒരു അഭിമുഖമായിരുന്നത്. ഈ അഭിമുഖത്തിൽ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ മകനുമായി സുകന്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന തരത്തിൽ വീരപ്പൻ ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അത്രയും കൊണ്ട് തീർന്നില്ല. 1996-ലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ വിലപേശലുകൾക്കായി ഈ ബന്ധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതായും വീരപ്പൻ അവകാശപ്പെട്ടു. തന്റെ അന്തസ്സിനും പ്രശസ്തിക്കും സമൂഹത്തിലെ സ്ഥാനത്തിനും കരിനിഴൽ വീഴ്ത്തിയ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അസത്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി സുകന്യ കോടതിയെ സമീപിച്ചത്. തുടക്കത്തിൽ 1 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വാദിച്ചെങ്കിലും പിന്നീട് നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപയായി അവർ പരിമിതപ്പെടുത്തി. കേസ് വിചാരണ കോടതിയിലെത്തിയപ്പോൾ സൺ TV പ്രതിരോധത്തിലായി. ഞങ്ങൾ ആ അഭിമുഖം റെക്കോർഡ് ചെയ്തവരല്ല, നക്കീരൻ നൽകിയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു ചാനലിന്റെ പ്രധാന വാദം. എന്നാൽ ഈ വാദം കോടതി തള്ളി. പരിപാടി ടെലിവിഷനിലൂടെ പുറത്തുവിടുന്നതിന് മുമ്പ് അത് കൃത്യമായി എഡിറ്റ് ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരം സൺ TVക്കുണ്ടായിരുന്നു. വീരപ്പൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിലോ അല്ലെങ്കിൽ അപകീർത്തികരമായ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിലോ ചാനൽ ജാഗ്രത കാട്ടിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2015-ൽ വിചാരണ കോടതി സുകന്യയ്ക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുകയും ചാനൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. വിചാരണ കോടതിയുടെ ഈ ഉത്തരവിനെതിരെ സൺ TV നെറ്റ്വർക്ക് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ചാനലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുകയായിരുന്നു. പ്രശസ്ത നടി സുകന്യയും സൺ TVയും തമ്മിൽ വർഷങ്ങളായി നടന്നു വന്ന ഒരു നിയമ പോരാട്ടത്തിന്റെ കഥയാണിത്. ഒരു ടെലിവിഷൻ ചാനലിന് തങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഉള്ളടക്കത്തിൽ എത്രത്തോളം ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഈ നിർണായക വിധി. മാധ്യമ സ്വാതന്ത്ര്യം എന്നതിനൊപ്പം മറ്റൊരാളുടെ വ്യക്തിത്വത്തെ മാനിക്കാനുള്ള ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു കോടതിയുടെ ഈ ഇടപെടൽ.